ഏതായാലും മലയാളം എന്ന് പറയുമ്പോൾ കേരളം മലയാളം ഇത് തമ്മിൽ പരസ്പര ബന്ധിതമായി നിൽക്കുന്ന ഒരു പദങ്ങളാണ്. സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണി വീണയാളന്റെ കേരളം നീലസാഗരം അതിന്റെ തന്ത്രികളിൽ നീട്ടിടുന്നു എന്ന് പറഞ്ഞിട്ട് യൂസഫലി കേച്ചേരി എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പെടുത്തിയത് പച്ചയാ വരിപ്പെട്ട സഖ്യങ്ങളിൽ തലവെച്ച് സുജാത്തി മണത്തണ്ട പദോപദാനം കൊണ്ട് പള്ളികൊള്ളുന്ന കേരളത്തെ കുറിച്ച് വളർത്തണം. അപ്പൊ സഖ്യപ്രവേദത്തിനും അറബിക്കടലിലും കേരളത്തിന് വലിയ പ്രാധാന്യം. ഒരാൾ പറയുന്നു പച്ചയാ വരിപ്പെട്ട സഖ്യങ്ങൾ തലവെച്ച് കിടക്കുകയാണ് കേരളം. തല കിഴക്കും കാല പടിഞ്ഞാറുമാണ്. തല ഉയർന്നു തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് മലയിൽ തല കൊടുത്തത്. കാല് താഴ്ന്നു നിൽക്കണം. അതുകൊണ്ടാണ് താഴെ കടപ്പുറത്ത് മണൽ കാല് കൊടുത്തത്. നമ്മൾ കാണുന്ന ഭാഷയുടെ സൗന്ദര്യമല്ല ഒരു വരിയിൽ പോലും മലയാളത്തിലുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞത്. നമ്മുടെ തല ഉയർന്നു നിൽക്കണമെങ്കിൽ തല അല്പം ഉയർത്തിരിക്കണം. അതുകൊണ്ടാണ് തലയണ എന്നൊരു പദം വരുന്നത്. ശീർഷോപദാനം എന്നൊരു പ്രയോഗമുണ്ട്. ശീർഷോപദാനം, ശീർഷത്തെ ഉപദാനം ചെയ്ത് നിർത്തുന്നതെന്തോ അതിനെയാണ് ശീർഷോപദാനം. ശീർഷം എന്ന് പറഞ്ഞാൽ തലയാണ്. തലയെ ഉയർത്തി നിർത്തുന്നതെന്തോ അതാണ് തലയണ. അപ്പൊ അതുപോലെ കേരളത്തിലുള്ള ആളുകള് ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. സാംസ്കാരികമായിട്ട് എന്ന തരത്തില് മനുഷ്യൻ നോക്കിക്കാണുന്ന യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ കേരളത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേരളത്തിന് അതീതമായിട്ട് മറ്റു പലയിടത്തും കണ്ടേക്കാണ്ടെങ്കിൽ പോലും മഹാഭാരതത്തെ കുറിച്ച് പറയുന്നത് പോലെയാണ്. ഇതിലുള്ളത് മറ്റു പലയിടത്തും കാണും, ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണില്ല എന്ന് പറയാം. അതുപോലെ കേരളത്തിലുള്ളത് മറ്റു പലയിടത്തും കാണാം, പക്ഷെ കേരളത്തിലുള്ളതെല്ലാം മറ്റു പലയിടത്തും കാണണമെന്നില്ല. അതാണ് കേരളത്തിന്റെ സാംസ്കാരിക ഭാഷാപരമായ പ്രാധാന്യം. അപ്പോൾ പച്ചപ്പരതയെ പിടിച്ചിരിക്കുന്ന കേരളത്തില് സഖ്യസാന ശ്രുതി ചേർത്ത് വെച്ച മണിവീണ പോലെ ശോഭിക്കുകയാണ് കേരളം എന്നാണ് പറയുന്നത്. ഈ മണിവീണ എന്ന് പറയുന്ന പ്രയോഗം, വീണ സാധാരണ വീണയല്ല. മണി എന്ന് പറഞ്ഞ രത്നമാണ്. രത്നം എന്ന് പറഞ്ഞാൽ നവരത്നങ്ങളിൽ ഒന്നാണ്. പട്ടരാഗം, പവിഴം, വജ്രം, വൈഡൂര്യം, മാണിക്യം, മരതകം, ഗോമേതകം, നീലം, ബുദ്ധ ഇതാണ് നവരത്നങ്ങൾ. ഈ നവരത്നങ്ങളിൽ ചുവന്ന രത്നത്തിന് പറയുന്ന പേരാണ് മാണിക്യം. പവിഴവും ചുവന്ന രത്നം. അപ്പൊ ചുവന്ന രത്നത്തെ പോലെ ശോഭിക്കുന്ന സഖ്യസാന ശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്ന് യൂസഫലി കേച്ചേരി പറയുമ്പോൾ ആ കേരളത്തിന്റെ സൗന്ദര്യ തലവും ഭാഷാപരമായ ഭംഗിയും വില നിർണ്ണയിക്കാൻ പറ്റാത്തത്രയും പ്രാധാന്യമൊക്കെ അതിനെ ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിൽ നിന്നാണ് കേരളത്തിന്റെ ഭാഷയായ മലയാളത്തിലേക്ക് പോകുമ്പോൾ മലയ്ക്കും അളത്തിനും ഇടയിൽ കിടക്കുന്ന ഭാഷ. അളം എന്ന് പറഞ്ഞാൽ ജലം നിറഞ്ഞ ഒട്ടും നിറഞ്ഞ പ്രദേശമെന്നാണ്. മല നമുക്കറിയാം സഖ്യപർവ്വതമാണ്, പടിഞ്ഞാറ് അറബിക്കടൽ. ഈ സഖ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന പ്രദേശം എന്നുള്ള നിലയിൽ ആ പ്രദേശത്തുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്നുള്ള നിലയിൽ മലയ്ക്കും അളത്തിനും ഇടയിൽ കിടക്കുന്ന ഭാഷ മലയാളം. ഇതൊരു നിർവചനമാണ്. ഇത് തന്നെയാവണമെന്നില്ല. മലയാളം എന്നൊരു പ്രയോഗമുണ്ട്. ഭാഷയുടെ നിരുക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ലിംഗ്വിസ്റ്റിക്കില് എങ്ങനെയാണ് മലയാള ഭാഷ ഉത്ഭവിച്ചത് എന്ന് പലതരം വാദങ്ങളുണ്ട്. അതിന് സംസ്കൃതജന്യവാദം, തമിഴ് ജന്യവാദം, സ്വതന്ത്രജന്യവാദം, ഇങ്ങനെയൊക്കെ വാദങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് മലയാളം പല ഭാഷകളിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് ചിലർ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ല, മലയാളത്തിന് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം പണ്ടുകാലം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി 2013 കിട്ടിയത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിന് ഉണ്ടായിരുന്ന ക്രൈറ്റീരിയകളിൽ പ്രധാനപ്പെട്ടതൊന്ന് 2000 വർഷത്തിലധികം പഴക്കം ഭാഷയ്ക്കുണ്ടായിരിക്കണം. 2000 വർഷത്തിലധികം വർഷത്തെ പഴക്കം ഭാഷയ്ക്കുണ്ടായിരിക്കണം. നമ്മുടെ മലയാളത്തിന് അങ്ങനെ 2000-ലധികം വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. സ്വതന്ത്രമായ രചനകൾ ഉണ്ടായിരിക്കണം. ആ രചനകൾ തുടങ്ങുന്നത് ശാസനങ്ങളിൽ നിന്നാണ്. ശാസന ഭാഷ എന്ന് പറയുന്ന ഭാഷയിൽ നിന്നും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ശിലാലിഖിതങ്ങളിൽ നിന്നും മലയാള ഭാഷയുടെ
പൂർവ്വരൂപങ്ങളെ കണ്ടെടുക്കുവാൻ പറ്റും. അങ്ങനെ മനോഹരമായ ഒരു ഭാഷ രൂപപ്പെടുന്നത് ഈ മലയ്ക്കും അളത്തിനും ഇടയിലുള്ള പ്രദേശത്തുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ട് പിന്നീട് മലയാളം എന്ന നിഷ്പത്തി രൂഢമൂലമാകുകയാണ്. നാളികേരം നിറഞ്ഞ നാട്, കേരം തിന്ന നാട്, അങ്ങനെ ഒരു പ്രയോഗം കൂടെ. കേരളം എന്നുള്ളത് കേരവൃക്ഷങ്ങളാൽ സമ്പന്നമായ നാട്. കേരവൃക്ഷം കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് എന്തും നൽകുന്ന സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശ്വാസം. നമ്മുടെ തെങ്ങ് മുഴുകാനൊക്കെ അങ്ങനെയായിരുന്നു, ചോദിക്കുന്നത് എന്തും നൽകുമായിരുന്നു. തെങ്ങിനെ കൽപ്പവൃക്ഷം വിശേഷിപ്പിക്കാൻ കാരണം ഈ തെങ്ങിന് ഉപേക്ഷിക്കാനായിട്ടൊന്നും തന്നെ ഇല്ലെന്നുള്ളതാണ്. തെങ്ങിന്റെ ചുവട്ടിലെ ഏറ്റവും മനോഹരമായ വേര് നല്ല ഔഷധമാണ്. അവിടെ നിന്ന് മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ പുറത്തോട് ഇടിച്ച് പിരിഞ്ഞ് കഷായം പോലുള്ള സാധനങ്ങളുണ്ടാകും. അതിനെ ഉള്ളിൽ തടികൊള്ളുന്ന തടി, കുടികൊള്ളുന്ന തടി നമ്മൾ അറിയാം, ഉപയോഗിക്കാം. അതുപോലെ മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിന്റെ തണ്ട്, അതിന്റെ ഇലകള്, അതിന്റെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ചിറക് പോലുള്ള പുറം, അതുപോലെ തന്നെ ഏറ്റവും സുന്ദരമായ പൂക്കുല, അതിനേക്കാൾ ഏറ്റവും സുന്ദരമായ ലോകത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വെള്ളം തേങ്ങയുടെ ഉള്ളിലാണ്. ഏറ്റവും ഭംഗിയായിട്ട് മാത്രമല്ല, ഏറ്റവും നിർമ്മലമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. തേങ്ങയുടെ വെള്ളം കിട്ടണമെങ്കിൽ 4 അറകൾ പൊടിച്ച് നമ്മൾ അകത്ത് കിടക്കണം. ആദ്യം അതിന്റെ ഒരു പച്ചത്തോട്, അതിനകത്തൊരു ചകിരിയുടെ തോട്, അതിനകത്തൊരു ചിരട്ടയുടെ തോട്, അതിനകത്ത് ഒരു തേങ്ങയുടെ തോട്, അതിനകത്താണ് വെള്ളത്തെ ശേഖരിച്ചത്. ഈ വെള്ളം കൊടുത്തിട്ടാണ് നമ്മൾ കൊക്കക്കോള വാങ്ങി കുടിക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. പകരം നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നായിടങ്ങളിൽ മണ്ണുണ്ട്, നാരായണ കിളിക്കോടുപോലുള്ളൊരു നാടുകളോടപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നായിടങ്ങളിൽ മണ്ണുണ്ട്, ഒരു നാരിയിടങ്ങളിൽ മണ്ണുണ്ട്. നാരായണ കിളി കൂടുപോലുള്ള 4 കാല് കൊണ്ടുള്ള ഓലപ്പുരകൾ ഉണ്ടായിരുന്ന ഒരു കാലം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. സാംസ്കാരികമായ ചില രേഖപ്പെടുത്തലുകൾ ഭാഷയ്ക്കുണ്ട്. നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന പാട്ടുകൾ മലയാളത്തിലുണ്ട്. സിനിമാ പാട്ട് മാത്രമല്ല, കവിതകളുമുണ്ട്. അപ്പൊ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന സാംസ്കാരികമായ ഇടംകുടയാണ് നമ്മുടെ മലയാളം എന്ന മാതൃഭാഷ. അതുകൊണ്ടാണ് ആ മാതൃഭാഷയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന മലകൾ, പുഴകൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്ന് വയലാർ പാടിക്കുന്നു. മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. സന്ധ്യ അങ്ങനെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ, ആ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സന്ധ്യയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കുറെ സ്ത്രീധനമായിട്ട് കിട്ടിയിട്ടുള്ള പ്രസാദങ്ങൾ. എന്താണ് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ? ബഷീർ പറഞ്ഞിട്ടുണ്ട്, പുരുഷനെ സൂക്ഷിക്കുവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന, സ്ത്രീയെ സൂക്ഷിക്കുവാൻ പുരുഷന് കൊടുക്കുന്ന ധനത്തിന്റെ പേരാണ് സ്ത്രീധനം എന്നാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത്. പുരുഷൻ സ്ത്രീയെ സൂക്ഷിക്കുമെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കാവൂ? സ്ത്രീധനം കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് എന്ത് കൊടുക്കണം? പുരുഷധനമായിരിക്കണം. തകഴിയുടെ ലണ്ടനകഴി എന്ന് പറയുന്ന നോവല് ചിരിതയെ പെണ്ണ് കാണാനായിട്ട് ഗോവ ചെല്ലുന്നു. അറിയാം, അതിന്റെ കഥ ഞാൻ പറയുന്നു. പെണ്ണിനെ ചെല്ലുമ്പോ ചിരിതയുടെ അച്ഛൻ ഈ ഗോവനോട് ചോദിക്കുന്നു, എന്റെ പെണ്ണിന് എന്ത് പെൺ പണം തരുമെന്നാ ചോദിക്കുന്നത്. എന്റെ പെണ്ണിന് എന്ത് പെൺ പണം തരും? പെൺപണെന്ന് പറഞ്ഞാൽ പെണ്ണിനെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. പെണ്ണിനെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. അതിന് പറയുന്ന പേര് പെൺപണം. അപ്പൊ ഗോവ പറഞ്ഞ് 2 പുറ അതിലധികം വിതയ്ക്കുന്ന നിലം പിന്നെ കുറെ പൈസയൊക്കെ തരാൻ തുടങ്ങും. അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്, അത് പോരാ. കാരണം എന്റെ പെണ്ണ് 2 ആണിന്റെ പണി ചെയ്യും. 2 ആണിന്റെ പണി ചെയ്യുന്ന പെണ്ണിന് ഈ പെൺപണം പോരാ എന്നൊരു വാക്കുതത്വമൊക്കെ ആ നോവലുണ്ടാവും. അപ്പൊ സ്ത്രീധനം എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് കിട്ടുന്ന ധനം മാത്രമല്ല, സ്ത്രീയെ സൂക്ഷിക്കുന്നതിനുള്ള ധനം കൂടെയാണെന്ന് വിഷയം തമാശയായിട്ട് പറഞ്ഞെങ്കിൽ അങ്ങനെ എല്ലാത്തിനും കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷയെ മലയാളം എന്ന് പറയുന്നു. ആ മലയാള ഭാഷയിൽ വയലാർ പറഞ്ഞിട്ടുണ്ട്, മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനമാണ്. മലയും പുഴയും ഒക്കെ ഭൂമിയുടെ സ്ത്രീധനമാണ് എന്ന് പറയുന്ന കവി. അങ്ങനെയുള്ള മലയാള ഭാഷയുടെ സൗന്ദര്യ തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കേരളവുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠഭാഷാ പതിവ് ലഭിച്ച ഭാഷ എന്നുള്ള നിലയിൽ
ആ ഭാഷയ്ക്കുണ്ടായിരിക്കുന്ന മെച്ചം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 വർഷത്തെ പഴക്കമുള്ള ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. 2000 വർഷത്തെ പഴക്കമുള്ള സാഹിത്യ കൃതികളാണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ളതാണ്. 2000 വർഷത്തെ സംസ്കാരം, ചരിത്രം നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കാം മാതൃഭാഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മധുര മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് എന്ന് പറയുന്നു. ഒരമ്മ മലയാളിയായി മകൻ ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിൽ അവന്റെ ഭാഷ മാതൃഭാഷയാണ്. ആ കുട്ടിയുടെ അമ്മ മലയാളിയാണ്, മലയാളത്തെ സംസാരിക്കുന്നത്. പക്ഷേ ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. എങ്ങനെ അത് മലയാളമാണ്? മാതൃഭാഷ ആവും. അപ്പൊ മാതൃഭാഷ എന്ന് പറയുന്ന ആ ഒരു വലിയ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗഭാഷയല്ലാത്ത ഭാഷയ്ക്ക് നമുക്ക് മാതൃഭാഷ എന്ന് പറയാം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ജനിച്ചതുകൊണ്ട് ഒരു മലയാളം നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മുടെ മാതൃഭാഷ മലയാളം ആവില്ല എന്നാണ് അർത്ഥം. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷോ ഫ്രഞ്ചോ ജർമ്മനിയോ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ മാതൃഭാഷ മലയാളം ആവില്ല. കാരണം നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഭാഷ നമ്മളിൽ മരിച്ചു. നമ്മളിൽ മരിച്ചൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷയായിട്ട് മാറുന്നത്? അങ്ങനെ ലോകത്ത് മാതൃഭാഷയായിട്ടുള്ള മരണം സംഭവിച്ചിട്ടുള്ള ഭാഷകളിൽ 2 പ്രധാനപ്പെട്ട ഭാഷയുണ്ട്, സംസ്കൃതവും ലാറ്റിനുമാണ്. ലാറ്റിൻ ഭാഷ മരിച്ചുപോയ ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതം മരിച്ചുപോയത് എന്ന് പറയാൻ കാരണം പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ലെങ്കിലും മരണാസന്നയായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു കാലത്ത് കേരളത്തിൽ 10% ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു സംസ്കൃതം. ഇന്ന് കേരളത്തിൽ മലയാളം സംസാരിക്കുന്നത് 98%. 1.5% ഭാഷ സംസാരിക്കുന്ന തമിഴാണ്. ആ 0.5 സംസാരിക്കുന്ന കന്നഡമാണ്. മറ്റു പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്കൃതം സംസാരിച്ചിരുന്ന ആളുകളുടെ ശതമാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 0 എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് മൃതഭാഷ എന്ന് പറയുന്നത്. അതിലെ കൃതികളെയും അതിന്റെ സാഹിത്യ രീതികളൊക്കെ സമ്പന്നമായിട്ട് ഇപ്പോഴും ഉണ്ടെങ്കിലും അത് സംസാരിക്കാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് മരണസംഭവിച്ച ഭാഷയായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മലയാളം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഷ മാതൃഭാഷയല്ല. അതാണ് ഭാഷ. അപ്പൊ മാതൃഭാഷയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തില് മാതൃഭാഷ മലയാളമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കരടുകൾ ഉറപ്പുണ്ടായിരിക്കണം. ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മള് മലയാളത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാള് എന്റെ ഭാഷ മാതൃഭാഷയാണെന്ന് പറഞ്ഞാൽ അത് മാതൃഭാഷ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മലയാളം മരിച്ചു എന്നാണ്. അങ്ങനെ മലയാളം മരിച്ചവരായ എന്ത് പറ്റും? മലയാള ഭാഷ മധുരമില്ലാതായിരിക്കും. അങ്ങനെ മധുരമില്ലാത്ത ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് എത്ര തരം ഭാഷയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. എത്ര തരം ഭാഷയുണ്ട്? ഈ സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴപ്പപ്പെടുത്ത സമയമാണ്. എന്ന് പറഞ്ഞാല് 3:30 മണി. എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് സാധാരണ ആയിട്ടുള്ള സമയത്താണെങ്കിൽ ജോലി അധികമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വേണമെന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെയാണ്. ഉറക്കങ്ങനെ കണ്ണോടി കണ്ണുകളെ ഇങ്ങനെ മാടി പിടിക്കുമ്പോൾ കണ്ണിങ്ങനെ ഞെട്ടി തുറന്ന് നോക്കുന്ന ആളുകളുമൊക്കെ നമുക്കിടയിലുണ്ടാവും. ആ സമയത്താണ് നമ്മുടെ വിഷയം എന്താണ്? മധുര മലയാളം എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷ എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി പറയാൻ 2 തരം ഭാഷയാണ്. ഒന്ന് സാഹിത്യ ഭാഷയും മറ്റൊന്ന് സാമാന്യ ഭാഷയും. ഈ സാമാന്യ ഭാഷയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ, പ്രയോഗിക്കുന്ന വാക്കുകളൊക്കെ ഭാഷയുടെ സാമാന്യ ഭാഷ എന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയുന്നത് സാമാന്യ ഭാഷയാണ്. എന്നാൽ ബഷീർ പറഞ്ഞിട്ടുണ്ട് മാതാവ് ഒരു ഗ്ലാസ് ശുദ്ധജലം തരും എന്ന് പറഞ്ഞപ്പോൾ അത് സാഹിത്യ ഭാഷയാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. നമ്മുടെ അമ്മയോട് ചോദിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു, അത് സാമാന്യ ഭാഷ. ബഷീർ പറഞ്ഞ മാതാവ് ഒരു ഗ്ലാസ് ശുദ്ധജലം തരും, അതിന് ബഷീറിന് ഉമ്മ തവികൊണ്ട് അടിച്ചു. എന്തിനാണ്? ശുദ്ധജലം ചോദിച്ചതല്ല. ആ ഭാഷയിൽ മാതാവ് ഒരു ഗ്ലാസ് ശുദ്ധജലം തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ദേഷ്യം വന്നിട്ട് തവികൊണ്ട് ഉമ്മ അടിച്ച ബഷീർ. കാരണം എന്താണ്? മലയാളമല്ല. മലയാളം എന്ന് പറഞ്ഞാല്, മാതൃഭാഷ എന്ന് പറഞ്ഞാല് കേൾക്കുന്നയാളിലും പറയുന്നയാളിലും ഒരു ആശയ സംവാദം നടക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അതിന്റെ അർത്ഥം എനിക്കെന്റെ കുഴപ്പമുണ്ട്, നിങ്ങൾക്കെന്റെ കുഴപ്പമുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞ ബഹുമാന മനസ്സിൽ ഉപയോഗിക്കണം കേട്ടോ. കോമണായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരമ്മ ഒരാളെ ഇങ്ങനെ പണി കഴിഞ്ഞ് വന്നു. പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ അയാളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് ഉത്തരമായിട്ട് മകൻ പറയുകയാണ്,
പ്രഭാതം മുതൽ പ്രദോഷം വരെ പാഷാണഖണ്ഡങ്ങളുമായി ഏറ്റുമുട്ടുന്ന എന്നോടാണോ ജനനി രംഭാപത്രം ഛേദിക്കുവാൻ പറയുന്നത്? മകൻ എന്നോട് ചോദിക്കുകയാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ പാഷാണഖണ്ഡങ്ങളുമായി ഏറ്റുമുട്ടുന്ന എന്നോടാണോ ജനനി രംഭാപത്രം ഛേദിക്കുവാൻ പറയുന്നത്? അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ വീണ്ടും ഒരു അടി കൊടുത്തു. ആ വിഷയത്തിനകത്തല്ല മറ്റേയാണ്. അപ്പൊ മകൻ പറഞ്ഞു, അമ്മ എത്ര എന്നെ തല്ലുന്നത്? എടാ, എനിക്ക് നീ പറഞ്ഞു എന്ന് മനസ്സിലായില്ല. അതാണ് അമ്മയ്ക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു തരാം. മകന് കൽപ്പണിയാണ് ജോലി, കരിക്കൽ പണിയാണ്. അവൻ പണി കഴിഞ്ഞ് വന്നപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കണം. അമ്മ പറഞ്ഞു, നീ പോയി എല്ലാം വെട്ടിക്കൊണ്ടോ, അവരെല്ലാം വെട്ടിക്കൊണ്ടോ, എല്ലാവർക്കും തരാം, വെള്ളത്തിൽ തരാമോ? അപ്പോ അവന് ദേഷ്യപ്പെട്ടു. അവൻ ചോദിച്ചു, പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാഷാണഖണ്ഡത്തിൽ കരിക്കല്ല, ഖണ്ഡം പാഷാണഖണ്ഡത്തിൽ കരിക്കൽ ചെയ്യുന്നത്, ഏറ്റുപെട്ടുക, പണിയെടുക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ പാഷാണഖണ്ഡങ്ങളുമായി ഏറ്റുപെട്ടുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിക്കല്ലിൽ പണിയെടുക്കുന്ന എന്നോടാണോ ജനനി അമ്മേ രംഭ ഇല്ല, വാഴ പത്രം ഇല്ല, രംഭാപത്രം വാഴയില്ല, ഛേദിക്കുക, കുറിക്കുക. കുറച്ചുകാലം പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കയറി കരിക്കല്ലിൽ പണിയെടുത്ത് വരുന്ന എന്നോട് അമ്മേ വാഴയിനെ കുറിച്ചൊന്ന് വരാൻ പറയുന്നത് ശരിയാണോ എന്നാണ് മകൻ ചോദിച്ചത്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാകാതെ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ എന്റെ ഭാഷയ്ക്ക് എന്തോ കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മുടെ ഭാഷയ്ക്ക് കുഴപ്പമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ചില വഴക്കുകൾക്ക് കാരണമായിട്ട് വരുന്നത് നമ്മുടെ ഭാഷയുടെ കുഴപ്പം കൊണ്ടാണ്. ഭാഷയ്ക്ക് വൈകാരികത നമുക്ക് പറയുന്നൊരവസ്ഥ. ഇതാണ് വൈകാരികത നമുക്ക് തോന്നുന്നത്. വികാരം പ്രകടിപ്പിക്കാനുള്ളത് കൂടിയാണ് ഭാഷ. ഒരു ചില ആൾക്കാർ പറയാറില്ല, ഞാൻ ആ അർത്ഥത്തിലല്ല പ്രയോഗിച്ചത്, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, പറയാറില്ല. എപ്പോഴായിരിക്കും അവർ പറയുന്നത്? നമ്മുടെ വീടുകളിൽ പരസ്പരം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഭാര്യ ഭർത്താവിനോട് വഴക്കിടുന്നു. വഴക്കിട്ടതിന് ശേഷം ആരാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നത് അയാള് ഉപയോഗിച്ച പദം മറ്റേയാൾക്ക് വേദനയുണ്ടായി. അപ്പൊ വേദന ഉണ്ടായപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, എന്നോട് അങ്ങനെ പറയരുത്. അപ്പൊ മറ്റേയാൾ പറയുകയാണ്, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞു. അപ്പൊ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്ന രൂപത്തിൽ നമുക്ക് പറയാൻ അറിയാം. ഇയാളുടെ മനസ്സിൽ ഞാൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അത് കുറവുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാഷയെ വൈകാരികമായിട്ട് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്നത്. വൈകാരിക തലമെന്നുള്ളത് ഭാഷയ്ക്ക് ഉള്ള ഒരു കുഴപ്പം പിടിച്ച സാധനം കൂടെയാണ്. കേട്ടുകൂടാത്ത വാക്ക് കർണങ്ങൾ കഥം പോയി പുണ്ണായി മാറിയാൽ മറക്കില്ല കാലം ചെന്നാലും എന്നാണ്. കേട്ടുകൂടാത്ത വാക്ക് കർണങ്ങൾ കഥം പൊങ്ങി മനസ്സിൽ പുണ്ണാക്കിയാൽ മറക്കില്ല കാലം ചെന്നാൽ. അതായത് നമ്മളൊരാൾ പച്ചത്തെറി പറഞ്ഞു, അതവിടെ ഉള്ളിൽ കുറവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആളിനെ കാണുമ്പോഴൊക്കെ നമ്മൾ ആ വാക്ക് ഓർക്കും. ആ വാക്ക് ഓർക്കുക മാത്രമല്ല, അയാളോടുള്ള ശത്രുത വളർന്നു വരും. ഇതിനെയാണ് പുണ്ണാക്കുക എന്ന് പറയുന്നത്. മനസ്സിൽ കൊണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭാഷയിലൂടെ കേട്ട വാക്ക് കേട്ട് മനസ്സിൽ കൊണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഉപയോഗിച്ച വാക്ക് വൈകാരിക തലത്തിൽ കുഴപ്പപ്പെടുത്ത ഭാഷയാണ്. വീടുകളിൽ സംബോധനകൾ ചെയ്യുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. എങ്ങനെയൊക്കെ ആയിരിക്കും ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ സംബോധന ചെയ്യുന്നു? എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം 10 സംബോധനകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ? 10 സംബോധനകൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ? ഒരു കല്യാണത്തിന് പോകണം, ഭാര്യയോട് ഭർത്താവിന് പറയുന്നു, ഭാര്യയോട് ഭർത്താവ് പറയാ, ഭർത്താവിന് ഭാര്യയോട് പറയുന്നത് കല്യാണത്തിന് പോകട്ടെ, ഭർത്താവിന് പകരം നിൽക്കുന്ന പദം കല്യാണത്തിന് പോകട്ടെ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കല്യാണമാണ്, പിന്നെ അപ്പോഴേ ഞാനെ പറഞ്ഞില്ലേ, അപ്പോഴേ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ ഒപ്പര് അപ്പ ഇങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം 10 പദങ്ങൾ നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ആ ഭാഷയ്ക്കുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല്, വളരെ സൗമ്യമായിട്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഭാഷയ്ക്ക് വലിയ പ്രശ്നമില്ല. സൗമ്യമല്ലാതായി തീരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈകാരിക ഭാഷകൾക്കാണ് പലപ്പോഴും വീട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഇടയാകുന്നത്, വഴക്കുണ്ടാക്കാൻ ഇടയാകുന്നത്. അപ്പൊ ഭാഷയുടെ പ്രയോഗം ഏറ്റവും സുന്ദരമായിരിക്കണം, ഏറ്റവും സൂക്ഷിച്ചപ്പോഴായിരിക്കണം. അതുകൊണ്ടാണ് കൈവിട്ട വാക്കും പറഞ്ഞുപോയ വാക്കും കൈവിട്ട ഐഫും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. പറഞ്ഞുപോയ വാക്ക് അടിമയാണെന്നോ, പറഞ്ഞുപോയ വാക്കിന് അടിമയാണ്, കൈവിട്ട ആയുധത്തിനും അടിമയാണ്. ഇത് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കാവുന്ന മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് പരിക്കേൽക്കേണ്ടി വരും. അപ്പൊ മലയാള ഭാഷയുടെ മാധുര്യം എന്ന് പറയുന്നത് മലയാള ഭാഷ
ഭംഗി നിന്മകഹാസമായി കേട്ടിട്ടുണ്ടോ? മലയാള ഭാഷകൻ മാനക ഭംഗി നിന്മധുമന്ദഹാസമായി കിളികൊഞ്ചം നാടിന്റെ ഗ്രാമീണ ശൈലിയും തുളിയില കരമുമ്പിൽ തെളിയുമ്പോൾ സാറിന്റെ വരികളാണ്. അതായത് ഏറ്റവും സുന്ദരമായിട്ട് അമ്മയെ കുറിച്ച് എത്തിയ കവിയുടെ പേര് ശ്രീമാനം പറ്റിയാണ്. അതിലാർക്കും അമ്മയെ കുറിച്ച് അങ്ങനെ സുന്ദരമായിട്ട് അമ്മയൊരു ദൈവമുണ്ട്, അതിലും വലിയൊരു കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കടപ്പെടുന്നതാണല്ലോ. അമ്മയൊരു ദൈവമുണ്ട്, അതിലും വലിയൊരു കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതാ ദൈവമല്ലോ. കാണപ്പെടുന്ന ദൈവം, കണ്ണുമ്പോൾ കാണുന്ന ദൈവം ഒരേയൊരു ദൈവമുള്ള ആ ദൈവത്തിന്റെ പേര് അമ്മയാണ്. അതിന്റെ പേര് ത്യാഗമെന്നാണ്, അതിന്റെ പേര് സത്യമെന്നാണ്, അതിന്റെ പേര് സ്നേഹമെന്നാണ് എന്ന് പാടിയ കവിയുടെ പേര് ശ്രീകുമാരൻ തമ്പുരാൻ. അദ്ദേഹമാണ് ഈ പാട്ട് പാടിയത്. മലയാള ഭാഷയ്ക്ക് ഒരു മാദക ഭംഗി. എന്താണ് മാദക ഭംഗി എന്ന് പറഞ്ഞത്? ഭാഷയുടെ വസന ചർച്ച ചെയ്യുമ്പോൾ മാദക ഭംഗി ചർച്ച ചെയ്യും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ചില പാട്ടുകളുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ചില സിനിമാ പാട്ടുകളാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ കേൾക്കാത്തവരാരും കാണില്ലല്ലോ. മുഞ്ചിരി സായകമാക്കി, മുഞ്ചിരി സായകമാക്കി, ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ മുൻമൊഴി സാധകമാക്കി, തേൻമൊഴി സാധകമാക്കി, പത്തരമാറ്റും പോരാതെ കനകം മുൻകവിൾ മോഹിച്ചു, പത്തരമാറ്റും പോരാതെ കനകം മുൻകവിൾ മോഹിച്ചു, മലരുന്നു മധുരം പോരാതെ പനവിൽ ചൊടിയിണയിൽ പുലർന്നു വന്നു എന്ന സിനിമപ്പാട്ടുണ്ടല്ലോ. മലയാള ഭാഷയ്ക്ക് മാതക ഭംഗിയുണ്ട് എന്ന് ഞാൻ പതുക്കെയാണ് പറയുന്നത്. അത് ഒന്നാമത്തെ വരികയാണ്. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി. അതായത് കാമദേവനാണ് മന്മഥൻ. മന്മഥന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, മന്മഥന്റെ വലിയ കരിമ്പാണ്. കാമദേവന്റെ വലിയ കരിമ്പാണ്. അതിനെ വലിച്ചു കെട്ടുന്ന കരിവണ്ടുകളാണ്. പ്രണയത്തിന്റെ ഏറ്റവും മൂർത്തമായ സങ്കല്പമാണ് കാമദേവൻ. അപ്പോൾ കരിവണ്ടുകളാണ്. ആ കരിവണ്ടുകളിൽ വെച്ച് തൊടുത്തു വിടുന്ന ശരങ്ങളാണ് 5 പൂക്കൾ. അശോകം, അരവിന്ദം, നീലർപ്പണം, നവമാലിക, ചൂടം, പഞ്ചമാനസ സായകമെന്നാണ്. അശോകം, അരവിന്ദം, നീലർപ്പണം, നവമാലിക, ചൂടം, പഞ്ചമാനസ സായം. ഈ 5 ശരങ്ങള് കാമദേവന് പ്രണയം ജനിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മനോഹരമായ പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ കൊണ്ടാണ് കാമദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ പ്രണയം ജനിപ്പിക്കുന്നത്. അങ്ങനെ പ്രണയം ജനിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന അമ്പുകൾ 5 പോരാതെ വന്നപ്പോൾ അതിനേക്കാൾ മനോഹരമായ ഒരു പുഷ്പത്തേടി അതാ നോക്കുമ്പോൾ അതായിരിക്കുന്നു. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി. അവരുടെ ചിരിയെ അമ്പാക്കി നോക്കൂ ഭാഷയുടെ സൗന്ദര്യം. 5 ശരങ്ങൾ പോരാതെ വന്നപ്പോൾ കാമദേവൻ അതിനേക്കാൾ സുന്ദരമായ, അതിനേക്കാൾ ഭംഗിയുള്ള ഒരു പുഷ്പം നോക്കിയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിരിയെ അങ്ങോട്ട് എടുത്തിട്ട് അമ്പാക്കി ഉപയോഗിച്ചു. 5 ശരങ്ങൾ പോരാതെ വന്നപ്പോൾ ഇനിയോ 7 സ്വരങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംഗീതത്തിൽ ഈ മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലെ? സംഗീതത്തിലെ മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് 7 സ്വരങ്ങൾ കൊണ്ടാണ്. അത് പല കാലത്ത് പല രൂപത്തിൽ പാടുന്നു. ഏകം, ദേഹം, അക്ഷരം എന്നിങ്ങനെ പാടുന്നു. ഇല്ലേ? നമ്മൾ വെറുതെ കൈവരിച്ചാൽ താളത്തിലേക്ക് വെറുതെ പറയുന്ന അക്ഷരത്തിന്റെ താളത്തിൽ ഒന്ന് കൈയിരിക്കണേ, ഒരു ഉണർവോടെ കിട്ടും. താക്ക പിന്നെ എല്ലാവരും കൈ വെറുതെ എന്താ കൈവിരിക്കും. താക്ക ആഹാരം കഴിച്ചിട്ട് വിശന്നിട്ട് തകർന്നിരിക്കുക ഒന്ന് കൈവിടിച്ചല്ലേ താക്ക വലിയ പോലെ ഒറ്റ ശബ്ദം കേൾക്കാവുള്ളൂ. താക്ക പോരാ. താക്ക ആടുവാണ് നല്ല കിട്ടുന്നത്. താക്ക താക്ക
അത് പ്രായമായെന്ന് നമ്മൾ സാറേ ഇതൊന്നും നടക്കണ കാര്യമല്ല അല്ലെ, നടക്കുന്ന കാര്യമല്ല. ഞാനവിടെ ഇരിക്കുന്ന ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് കൈയുടെയൊക്കെ വെച്ചത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ പറ്റില്ല തീരുമാനിച്ചാൽ പറ്റത്തില്ല. പക്ഷെ സിമ്പിളായിട്ട് ചെയ്യാം. എല്ലാവരും പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പണ്ട് പാടിയിരുന്ന പാട്ടുകള്, പണ്ട് പാടിയിരുന്ന രസങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിന്റെ താളബോധമുണ്ട്. ഞാൻ ഈ പ്രളയത്തെ കുറിച്ച് പറഞ്ഞപ്പോ പലരും ഇതിന് ഉറക്കത്തിൽ നിന്നൊക്കെ കണ്ണൊക്കെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. എന്തോ പഴയ ഓർമ്മകളുടെ ആ ഒരു സുഖം മനസ്സിലേക്ക് കടന്നു വരുന്നവരും വരണം വന്നിട്ട് നമുക്ക് എന്തോ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കവിതയുണ്ട്, വലയിൽ വീണ കിളികൾ. വയലാർ എഴുതിയിട്ടുണ്ട് മാനുഷ എന്ന് പറയുന്ന കവിത. ഈ വലയിൽ വീണ കിളികളും മാനുഷ എന്ന് പറയുന്ന കവിതയൊക്കെ ഏകദേശം സമാനമായ ആശയമുള്ളതാണ്. അതിൽ അനുപരിച്ചൂരിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? രണ്ട് കിളികളുടെ മനോഹരമായ പ്രണയമാണ് എഴുതിയിരിക്കുന്നത്. ആ പ്രണയത്തിൽ ഭാഷയെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത ആണ്. നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത എന്താണ്? പ്രണയിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ലാളിത്യം നിറഞ്ഞ, ഏറ്റവും മാധുര്യക്കുന്ന, ഏറ്റവും സുന്ദരമായ പദങ്ങളായിരിക്കും അപ്പോൾ ഉപയോഗിക്കുന്നത്. എടി എന്ന് വിളിക്കില്ല, മോളെ, ചക്കരെ, കരളെ, ഇങ്ങനെ വിളിക്കും. എടി എന്ന് വിളിച്ച പ്രണയം പോകും. ഇപ്പോഴത്തെ ആധുനികകാലത്തെ പ്രണയമല്ല കേട്ടോ. ആധുനികകാലത്തെ പ്രണയത്തെ നമുക്ക് എടിയെന്നല്ല തെറിയായിരിക്കും. ആധുനികകാലത്തെ പ്രണയത്തിന് കാമുകൻ കാമുകിയെ അടിച്ചാൽ കാമുകിക്ക് വേദനിക്കില്ല. ചേട്ടന്റെ കൈകൊണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പഴയകാലത്തെ പ്രണയത്തിന് തീവ്രമായ അനുഭവങ്ങളുടെ കവിതകൾ ആവാഹിച്ചിട്ടുള്ള ധാരാളം കവിതകൾ മലയാളത്തിലുണ്ട്. മലയാളത്തിലെ ഒരു എഴുത്തുകാരന്റെ ഒരു രചനയുടെ പേര് തന്നെ പ്രേമലേഖനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയുടെ പേര് പ്രേമലേഖനം എന്നാണ്. അതിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിത യവനദേശവും ഹൃദയം പ്രേമസ്വരൂപവുമാകുന്ന അനന്തൂത്തരമായ മുഹൂർത്തത്തിൽ എന്റെ സാറാമ്മയെ നീ എന്ത് ചെയ്യുകയാണ്? ഞാൻ അവരുടെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാൽ കഴിക്കുകയാണ്. ഈ പ്രേമലേഖനം വായിച്ച് പ്രതിരോധമായി മറുപടിയാൽ എന്നെ സമ്പന്നമാക്കണമേ എന്ന് നിന്റെ വിനീതദാസൻ കേശവൻ നായ വട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളത്തിലെ മഹാനായ ബഷീറിന്റെ ആഗ്രഹം. പ്രളയത്തെ കുറിച്ച് ഏറ്റവും തീവ്രമായിട്ടുള്ള ധാരാളം പാട്ടുകൾ മലയാളത്തിലുണ്ട്. അതിലേറ്റവും സുന്ദരമായിട്ടുള്ള പാട്ട് നമുക്കറിയാമല്ലോ, ബാലകൃഷ്ണൻ. കിളികളുടെ പ്രണയം പറഞ്ഞ് നമ്മളെ കരയിച്ച കഥകളിൽ ഒരാള് വയലാറാണ്. അത് മാനുഷാദ്യം. മറ്റൊരു കവി ഈ അരമണിക്കൂറാണ് ഏറ്റവും സുന്ദരമായ കവിത. അതിന് നമ്മുടെ ഭാഷയുടെ ഏറ്റവും സുന്ദരമായ ചില പ്രയോഗങ്ങളും. പ്രണയിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു വിദഗ്ധവും ഒരു സുതാര്യതയും ഒരു ലാളിത്യവും. ആ ലാളിത്യം നിറഞ്ഞ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രണയമില്ലാതെയാവും. ഉഷ അനിരുദ്ധനെ പ്രാണാധിപത്യപ്രിയെ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടി ഉഷ അനിരുദ്ധനെ വിളിക്കുകയാണ് പ്രാണാദി ഭർത്തൃപ്രിയെ. ഇത് കേട്ടാൽ ആർക്കെങ്കിലും പ്രണയം തോന്നുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ എന്ന് വിളിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ബൈബിളിൽ കാണുന്നു. പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാഷ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്ക് മുതിരി തോട്ടത്തിലേക്ക് പോകാം. മുതിരി വെള്ളം തണുത്തോന്ന് നോക്കാം, വാതളം പുകുട്ടോന്ന് നോക്കാം. അവിടെ വെച്ച് പ്രിയെ നിനക്ക് ഞാൻ എന്റെ പ്രണയത്തിൽ ഏറ്റവും സുന്ദരമായ മലയാള ഭാഷയാണ്. അത് നമ്മള് തർജ്ജമ ചെയ്ത് ഉപയോഗിച്ചപ്പോഴും അതിന്റെ ഒരു ഗാംഭീര്യവും ഭംഗിയും ലാളിത്യമൊന്നും നിറഞ്ഞപ്പെടത്തില്ല. വലയിൽ വീണ കിളികളാണ് വഴിവിളക്ക് കണ്ണു ചിമ്മുടി വഴിയിലെന്ത് നമ്മൾ പാടണം. രണ്ട് കിളികൾ വലയിൽ വീണ് കിടക്കുകയാണ്. വലയിൽ വീണ കിളികളാണ് വഴിവിളക്ക് കണ്ണു ചിമ്മുടി വഴിയിലെന്ത് നമ്മൾ പാടണം. തേക്കു പാട്ട് കേട്ടു പാറവേ ഞാനൊടിച്ചതൊരു പങ്കിടാൻ കൂടണഞ്ഞ പങ്കിടാമു നീ. ഞാനൊടിച്ചതൊരു പങ്കിടാൻ കൂടണഞ്ഞ
മണഞ്ഞ പെൺകിടാവു നീ വേടനിട്ട കിളിയിൽ വീടുമയൻ വേടനെന്നു നമ്മനേകരായി കൂട്ടിലെങ്ങു പങ്കുവച്ചരാ പെൺകിന കളിനി വിരിയുമോ കൂട്ടിലെങ്ങു പങ്കുവച്ചരാ പെൺകിന കളിനി വിരിയുമോ. ധാരാളപ്പെട്ട് സംസാരിക്കാനുള്ളത് കൊണ്ട് എന്റെ നമ്മുടെ വരിയിലേക്ക് പോകണം. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിഷാദത്തിന്റെ ഒരു കയം വന്നിട്ട് ആ കിളികളോട് നമുക്ക് ഇഷ്ടപ്പെടുന്നിയാൽ ആ മലയാള ഭാഷ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. ഈ പാട്ട് കേട്ടിട്ട് കിളികളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനർത്ഥം ആ മലയാള ഭാഷ മരിക്കാതെ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. ആ മരിക്കാത്ത ഭാഷ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്, കരുണയോടുകൂടി സംസാരിക്കാൻ കഴിയുന്നത്. ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ അസ്വസ്ഥരായി പോയിട്ട് അതിന്റെ അസ്വസ്ഥത തീരുന്നത് വരെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തലത്തില് മനുഷ്യന്റെ അസ്വസ്ഥതകളെ സൃഷ്ടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മധുരം മാത്രമല്ല മാതൃഭാഷ നൽകുന്നത്. മറ്റുള്ളവന്റെ ദുഃഖം, മറ്റുള്ളവന്റെ സങ്കടം, മറ്റുള്ളവന്റെ പ്രയാസം കേൾക്കാനും അതിനോടൊപ്പം ചേർന്ന് നിന്ന് അവനെ ആശ്വസിപ്പിക്കുവാനും ഉപയോഗിക്കേണ്ട ഒരു വസ്തു കൂടെയാണ് മലയാള ഭാഷ. മാതൃഭാഷയിലെ വികാരങ്ങളെ പൂർണ്ണമായി അവതരിപ്പിക്കാൻ പറ്റും. മാതാവിൻ വാത്സല്യം ഒപ്പം നികർന്നാല് പൈതങ്ങളെ പൂർണ്ണ വളർച്ചയെത്ത് വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. മാതാവിൻ വാത്സല്യ ദുഃഖം നികർന്നാല് പൈതങ്ങൾ പൂർണ്ണ വളർച്ചയുള്ളൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന് പെറ്റമ്മത ഭാഷ തന്നെ വില വളർത്തൽ പറഞ്ഞതാണ്. മറ്റുള്ള ഭാഷകളൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് സാധാരണ സംസാരിച്ചു. ഇംഗ്ലീഷൊന്നും മോശമായിട്ടല്ല, ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് മോശമായിട്ടല്ല. പക്ഷെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഈ സ്വന്തം അമ്മയെ പറഞ്ഞിട്ട് അമ്മായി അമ്മയെ കല്യാണം കഴിക്കുന്ന തരത്തിലേക്ക് പോകരുത്. സ്വന്തം അമ്മയെ പറഞ്ഞിട്ട് അച്ഛനെ പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾ ആരാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഭാഷയെ പ്രയോഗിക്കുക. ഏറ്റവും സുന്ദരമായ ഭാഷ പ്രയോഗിച്ചിട്ടുള്ള കവികളൊക്കെ തന്നെ കഥാകാരന്മാരൊക്കെ അവരുടെ മാതൃഭാഷയിലാണ് ഏറ്റവും സുന്ദരമായ രചന നടത്തിയിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായ രചനകൾ നടത്തിയിട്ടുള്ളവരെല്ലാം തന്നെ ലോകത്തിലെ നോബൽ പ്രൈസ് കിട്ടിയ പല ആൾക്കാരും അവരുടെ മാതൃഭാഷയിൽ എഴുതിയ കൃതിക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. നമ്മുടെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള ഗീതാഞ്ജലിയുടെ കർത്താവിന് പോലും നോബൽ സമ്മാനം കിട്ടിയത് അവിടുത്തെ ബംഗാളി ഭാഷയിലുണ്ട്. ആ ഭാഷയിൽ എഴുതിയ കൃതി ഇംഗ്ലീഷിലേക്ക് വൈബി ഈറ്റ്സ് എന്ന് പറയുന്ന കവി തർജ്ജമ ചെയ്തിട്ട് ആ തർജ്ജമയ്ക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് തർജ്ജമ ചെയ്ത് കൊടുത്തത്. പക്ഷെ ആ ഏറ്റവും മനോഹരമായ ഗീതാഞ്ജലി പോലും ഞാൻ അറിയുന്ന ഭഗവാന്റെ മോഹന ഗാനാലാപന ശൈലിയുടെ ഞാനത് കേൾപ്പോൾ സതതം നിതാന്ത പുഷ്പശാലി ഉദയഗാനം പ്രകാശകലയാൽ ഉജ്ജല ശോഭം പ്രകടനം അല തല്ലിയിടുകയാണ് അതികലനം വായുപരീശ്വര കലനം എന്നൊക്കെ പാടിയ ആ ഗീതാഞ്ജലിയെ പോലും മലയാളത്തിന്റെ ഭാഷയിലേക്ക് വന്നപ്പോൾ മലയാളത്തിന്റെ ഒരു മാധുര്യം കടന്നു വരുന്നത്. അപ്പൊ മാതൃഭാഷയിൽ സംസാരിക്കുകയും മാതൃഭാഷയിൽ ആശയപ്രകടനം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ഭാഷയെ ഒഴിവാക്കി നിർത്തണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു പ്രബന്ധകാരൻ എന്നുള്ള നിലയിൽ തമിഴ് പഠിച്ചാവാം. തമിഴിലെ കവികളൊക്കെ എനിക്ക് കാണാൻ പാഠമാണ്. അതുകൊണ്ട് എനിക്ക് ചില പിള്ളേരൊക്കെ ഉണ്ടായിട്ടില്ല. ആരുടെ പള്ളിയിൽ അസംഖ്യ കുളന്തേ പാതി അവർക്ക് മഴയെപ്പോലെ തെன்றലസിൽ എല്ലാവരും ഉദയത്തിലും കൊടുത്തേ അന്റെ മുഖ്യമാനത്തിൽ അധികതാൻ ആരുടെ പള്ളിയിൽ അസംഖ്യ കുളന്തേ പാതി. പ്രാഥമിക വിദ്യാലയത്തിലെ കുട്ടികളെ പോലെ ആയിരിക്കുന്ന അധ്യാപകർ എന്ന് വളരെ പ്രസിദ്ധമായിരുന്നു പറഞ്ഞിട്ടുണ്ട് തമിഴ്. ഇത് ഞാൻ ട്രെയിനിങ്ങിൽ അധ്യാപകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അനുഭവത്തോട് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ തമിഴിൽ ഇതെങ്ങനെ പഠിച്ചെടുത്തതെന്നുള്ളത് ആ ഭാഷ എനിക്ക് അപ്പോൾ നൽകുന്ന ഒരു ഉത്കൃഷ്ടതയുണ്ട്. മാതൃഭാഷയോടൊപ്പം തന്നെ മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. മാതൃഭാഷ കൃത്യമായിട്ട് അറിയാത്തവർ ഒരു ഭാഷയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതുകൂടി വാസ്തവമായ കാര്യമാണ്. മാതൃഭാഷ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നതിൽ ലോകത്തിൽ ഏറ്റവും സുന്ദരമായിട്ട് സാഹിത്യ രചനകളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടുമ്പോൾ മാതൃഭാഷ ഉപയോഗിക്കാത്തവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രമായി തീരുന്ന കാലപ്പണിയാണ്. അതുകൊണ്ട് മാതൃഭാഷ മലയാളമാണെങ്കിൽ ആ മലയാള ഭാഷയുടെ മാധുര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഭാഷയെ മധുരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഭാഷയെ തള്ളി 6 മലയാളിക്ക് 100 മലയാളിക്ക് 6 മലയാളിക്ക് അരമലയാളിക്ക് 1 മലയാളമല്ലോ ആ തരത്തിൽ കുഞ്ഞു ഭാഷ ആ ഒരു കൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. 100 മലയാളിക്ക് 1 മലയാളം, 1 മലയാളിക്ക് അരമലയാളം, മലയാളിക്ക് മലയാളമില്ല. അങ്ങനെ എന്താണ് എനിക്ക് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നില്ല. നോക്കിയാൽ മലയാളിക്ക് മലയാളം ഇല്ലാതെ തീർന്നു. അമ്മ എന്ന് മമ്മിയായോ അമ്മ മരിച്ചു മലയാളമെന്ന് കുഞ്ഞു ഭാഷ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ന് മമ്മിയായോ അന്ന് മരിച്ചു മലയാളം. ജനിക്കുമ്പോൾ തന്നെ മകൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭാര്യയുടെ പേരാണ് ഇംഗ്ലണ്ടിലാക്കി. അങ്ങനെ പെൺമച്ചൻ നടിക്കുന്ന ഭാഷയെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകാരുണ്ട്.
അതായത് മകൻ പ്രസവിച്ച് അമ്മയുടെ എത്തുന്നതിന് താഴേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി മകന്റെ പ്രസവം കൊണ്ടുപോയി ഇംഗ്ലണ്ടിലാക്കിയ ആളുകളുണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിനോട് ഭ്രമം കാണിക്കുന്ന ആളുകളെ കളിയാക്കുന്ന കവിതകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മാതൃഭാഷയിൽ പഠനം നടത്തുകയും ആ മാതൃഭാഷ തന്നെ നമ്മുടെ മലയാളമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത്തരം ചടങ്ങുകൾക്കുള്ള പ്രാധാന്യം. വെറുതെ മാതൃഭാഷയെ കുറിച്ച് താലോലിച്ചുകൊണ്ട് വീട്ടിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാതൃഭാഷാ പഠനത്തെ കുറിച്ച് മാതൃഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ കുഴപ്പമില്ല, മാതൃഭാഷ മലയാളമാണെങ്കിൽ മലയാളത്തിൽ ആശയവിനിമയം നടത്തി മലയാളത്തിൽ ആശയങ്ങൾ സംവേദനം ചെയ്ത് മലയാളത്തിൽ സ്വപ്നങ്ങൾ കണ്ട് മലയാളത്തിൽ ചിന്തിച്ച് മലയാളത്തിൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. മാതൃഭാഷയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മാധവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 3 ഭാഷ അറിയാം. ഒന്ന് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്നു, ഒന്ന് ഞാൻ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നു, ഒന്ന് ഞാൻ സ്വപ്നം കാണാൻ ഉപയോഗിക്കുന്നു. അത് മലയാള ഭാഷയാണ്. മാധവൻകുട്ടി പറഞ്ഞതാണ്. എനിക്ക് 3 ഭാഷ അറിയാം. എന്താണ്? ഒന്ന് ഞാൻ സാഹിത്യത്തിൽ ഏർപ്പെടുന്നത്, ഒന്ന് ചിന്തിക്കാൻ ഉപയോഗിക്കുന്നു, ഒന്ന് ഞാൻ സ്വപ്നം കാണാൻ ഉപയോഗിക്കുന്നു. അതെന്റെ പ്രിയപ്പെട്ട മലയാളമാണെന്ന് മാധവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാതൃഭാഷയുടെ മാധുര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ഭാഷയെ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് ഭാഷയുടെ മാധുര്യം വർദ്ധിച്ചു വരുന്നത്. ഉപയോഗം പറഞ്ഞാൽ ഭാഷ ധരിച്ചു, ഭാഷ ധരിച്ചാൽ വീട് ധരിച്ചു, വീട് ധരിച്ചാൽ നമ്മൾ ധരിച്ചു. നമ്മൾ ധരിച്ച് ജീവിക്കണേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചടങ്ങ് കൂടെയാണ്. മാതൃഭാഷയെ കുറിച്ച് മലയാളത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾക്കൊക്കെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം. ഭാഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ, മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കാൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മലയാളത്തെ നാം മറന്നു എന്നാണ്. മലയാളത്തിന്റെ മാധുര്യം തേടി പോകുന്നവർ, മലയാളത്തിന്റെ ഭംഗി തേടി പോകുന്നവർ, മലയാളത്തിന്റെ സൗന്ദര്യം തേടി പോകുന്നവർ ഓർക്കുക, ആകാശത്തിൽ കിടക്കുന്ന ആ മനോഹരമായ സന്ധ്യയ്ക്ക് താഴെ കിടക്കുന്ന ശരവാന്തൽ തിരുതാടുന്ന മുഴുവൻ കുടലിൽ മൂമന്തിപ്പെട്ട് ഉറങ്ങാൻ കിടക്കുന്ന രംഗം ഒന്ന് വെറുതെ മനസ്സിലാച്ചാൽ ഉറങ്ങാൻ കിടക്കുന്നത് മൂവന്തിയാണ്, പെണ്ണല്ല. ശരവാന്തൽ തിരിതാടും മുകിലിൻ കുടിയിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ആ ശരവാന്തൽ തിരുനാളിന്റെ സന്ധ്യാസമയത്ത് മൂവന്തിയാകുന്ന വളരെ ചുവപ്പ് രാശിയോടുകൂടി ഭംഗിയായിട്ട് നിൽക്കുന്ന ആകാശം ഇങ്ങനെ നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിശ്ചലമായിരിക്കുന്ന ആകാശത്തെ ഇത്ര മധുരമായിട്ട് വർണ്ണിക്കാൻ ഒരു കവിക്ക് കഴിഞ്ഞെങ്കിൽ ആ ഭാഷയുടെ മലയാളത്തിന്റെ കരുത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെ? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. നമുക്ക് ചുറ്റുപാടും പൂക്കളുടെ മാത്രം ഒരു കാടെന്ന് സങ്കല്പിച്ച് നോക്ക്, സ്വപ്നം കണ്ടു നോക്കൂ. ആ സ്വപ്നത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ പൂക്കളാണെങ്കിലോ, ആ പൂക്കളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പൂക്കളാണെങ്കിലോ, ആ പൂക്കൾ മാത്രമല്ല ലോകത്ത് മലയാള ഭാഷയുടെ മാധുര്യം ഉൾപ്പെടുന്നതാണ്. നമ്മൾ ചങ്ങമ്പുഴയെ ശരിക്കും ചർച്ച ചെയ്തിട്ടില്ല, സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രബന്ധാവതരണം പ്രസംഗത്തിലൂടെ അവസാനിപ്പിക്കുക. പ്രസംഗവും പ്രബന്ധവും രണ്ടാണ്, അതുകൂടെ ഓർത്തിരിക്കണം. പ്രബന്ധം എന്ന് പറഞ്ഞാല് മുൻകൂട്ടി കിട്ടിയിരിക്കുന്ന വിഷയത്തെ തയ്യാറാക്കി അതിന്റെ നോട്ട്സ് എടുത്ത് ആ നോട്ട്സ് വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്നതിനാണ് പ്രബന്ധം എന്ന് പറയുന്നത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയ വിഷയത്തെ കുറിച്ച് അപ്പോൾ സംസാരിക്കുന്നത്, അപ്പോൾ തോന്നുന്നത് സംസാരിക്കുന്നത് പ്രസംഗം. നമ്മുടെ പ്രബന്ധം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഭാഷ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊക്കെ പറഞ്ഞു പോകുന്ന ഓർത്തു വെക്കാൻ പറ്റുന്ന ധാരാളം വരികൾ മലയാളത്തിൽ സംഭാവന ചെയ്യുന്ന കവികൾ ധാരാളമുണ്ട്. എല്ലാവരുടെയും പേരെന്ന് ഞാൻ പറയുന്നത്. അത് ഓർക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു കവിയുടെ പേര് ചങ്ങമ്പുഴ എന്നാണ്. ചങ്ങമ്പുഴ ഒരു വരി പറഞ്ഞാൽ നിങ്ങൾ മാറ്റി പറയും, അല്ലെ? പാടില്ല പാടില്ല പാടേ മറന്നെന്തോടുകൂട. ഇത് സിനിമപ്പാട്ടാണ്. കവിത അങ്ങനെ കവിത ബുദ്ധിമുട്ടോത്തരമായ വരികൾ എഡിറ്റ് ചെയ്തിട്ട് മുറിച്ച് കയറ്റി വെച്ചിരിക്കും. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. പാട്ടുകാരൻ പ്രാണസഖിയെ കുറിച്ച് പാടിയപ്പോൾ ഈ പാട്ട് രമണനിലെയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ദീപാസ്കരൻ എഴുതിയതാണ്. ചങ്ങമ്പുഴയുടെ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. ചങ്ങമ്പുഴയുടെ രമണൻ പാടാൻ പറഞ്ഞാൽ നമ്മൾ പാടുന്ന വരി ഇതാണ്. പക്ഷെ കവിത അതല്ല.
മലയാള ഭാഷയെ അറിയുന്നവർ, ആഴത്തിൽ അറിയുന്നവർ നല്ല വായന നടത്തേണ്ടതുണ്ട്. വായനയിലൂടെ മാത്രമേ നമുക്ക് പദങ്ങൾ കിട്ടത്തുള്ളൂ. നമുക്ക് പദങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ അപ്രിയമായ പദങ്ങൾ ഭാഷ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് തെരു പറയുന്നതെന്ന് ചോദിച്ചാൽ നല്ല വാക്കുകൾ കിട്ടാത്തപ്പോഴെന്നാണ് അർത്ഥം. മലക്കാളിയായിട്ടുള്ളയാള് ആദ്യം പറയുന്നത് തനിക്കറിയാവുന്ന രണ്ടോ മൂന്നോ മലയാള പദമായിരിക്കും. ഭാഷയില്ലാത്തവൻ ആ സമയത്ത് അടുത്ത പദത്തിലേക്ക് കിടക്കും. അത് വിഷയമില്ലാത്ത പച്ചത്തെരുവുകളായിരിക്കും. ആ തെരുവിലെടുത്ത് കേൾക്കുന്നത് അതും തീർന്നു കഴിയുമ്പോൾ ആയുധത്തിലേക്ക് പോകും, ശാരീരികമായ ആക്രമണം. അതേ അവസരത്തിൽ വായനയുള്ളവൻ നിന്നുകൊണ്ട് വർത്താനം, ഭാഷ കയ്യിലുള്ളവൻ എത്ര നേരം നേടപ്പെടുന്നു നിന്നുകൊണ്ട് വർത്താനം. അങ്ങനെ ഭാഷയുടെ കരുത്ത്, ഭാഷയുടെ പങ്ക്, ഭാഷയുടെ സൗന്ദര്യത്തിനൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ മലയാള ഭാഷയുടെ മാധുര്യം എന്താണ് നമ്മളാണ്. അങ്ങനെ അറിയുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ വരും. ആ തിരിച്ചറിവുകൾ വന്ന് എന്താണെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പാട്ടുണ്ടല്ലോ രമണനല്ലേ, കാനന ഛായയിലാണ് വയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. നമ്മൾ പാടുന്നത് എന്താ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നും ചെയ്തുകൂടാ. ഇത് കവിതയാണ്, നല്ല സിനിമ കവിത. ഇത് സിനിമ പാട്ടാണ്, ഇതല്ല കവിത. കാനന ഛായയിലാണ് വയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. ആരാന വിധികളി വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോഴവിടുത്തെ മാമരങ്ങൾ പുസ്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. കൊച്ചുപൂജയാൽ പൊട്ടിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ പോവുകയാണ് കവിത. അത് സുന്ദരമായ കവിതകൾ മലയാളത്തിലേക്ക് മധുരം നൽകുന്ന വരികളായിട്ട് കള്ളമ്മയും ആശാനും എണ്ണൂറും വെള്ളത്തോടും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് വായിക്കുകയും ഇന്ന് ഭാഷയിൽ അപ്പോഴുമ്പോൾ വന്നു പോയപ്പോഴും അർത്ഥസംഖ്യകളുടെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അർത്ഥസംഖ്യകളുടെ വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുന്ന മലയാളികൾക്ക്, ഇംഗ്ലീഷിന്റെ ഭാഷയാണ് നല്ല ഭാഷ എന്ന് പറയുന്ന മേലടിക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഈ ദിവസം മലയാള ഭാഷയെക്കുറിച്ചോർത്ത്, മലയാളത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മധുരം മലയാളം എന്ന ആ ഒരു സത്യ പൂർണ്ണമായിട്ട് മുന്നിലേക്ക് ആവാഹിക്കും. അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അഭിമാനിക്കാം. നമ്മുടെ കൊച്ചുമക്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മലയാളിയാണ്, മാതൃഭാഷ മലയാളമാണ് എന്ന് പറയാം. അതിന് മാതൃഭാഷയിൽ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുന്ന നമ്മൾ പേർപ്പെടുത്തും. ഈ സാംസ്കാരിക സായാഹ്നം എന്ന് പറയാവുന്ന ഭാഷയെ കുറിച്ച് പറയുന്നത് സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറയുന്നത് ജീവിതമാണ്. ആ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുള്ള യാത്രക്കിടയിലാണ് നമ്മള് പല വേഷങ്ങൾ കെട്ടി പല ആട്ടങ്ങളാണ്. ആ പല വേഷങ്ങൾ കെട്ടി പല ആട്ടങ്ങളാണ്, പലയിടത്തുനിന്ന് പിടിക്കുന്ന നെടുത്തുവ നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. പല വേഷങ്ങൾ കെട്ടി പല ആട്ടങ്ങളാണ്, പലയിടത്തുനിന്ന് പിടിഞ്ഞ് ഒരിടത്ത് വന്ന് പെൻഷൻ ഫലം ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ഏകത്വം. ആ ഏകത്വത്തിലേക്കുള്ള യാത്രയില് നമ്മളൊരു സഞ്ചാരത്തിലാണ്. സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കണം ഭാഷാ സഞ്ചാരം. ആ ഭാഷാ സഞ്ചാരത്തിൽ സുന്ദരമായ വരികൾ, വാക്കുകൾ വർണ്ണക്കുടകളായിട്ട് പീലി വിടർത്തി നമ്മുടെ മനസ്സിൽ ആടാൻ കഴിയണം. അങ്ങനെ ആടുന്ന മനസ്സുള്ള, വാക്കുകളാൽ അമ്മാനമാടുന്ന മനസ്സുള്ളവരായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സർവസ്പർശന സ്റ്റുഡിയോന്റെ ഈ കഞ്ഞിക്കുഴി മേഖലാ സമ്മേളനത്തിൽ മധുരം മലയാളം എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്, നിങ്ങൾ ഒരാളായിട്ട് എന്നെ കണ്ടത് ഞാൻ പ്രത്യേകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രബന്ധം ചർച്ചയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.